Hello everyone, welcome to Legal Lore by Anusha. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. എന്താണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്നാണ്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു സൈനാണ്. അതൊരു പ്രൊഡക്റ്റിന്റെ മേളിലാണ് ഈ സൈൻ ലഭിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് ഒരു ജിയോഗ്രഫിക്കൽ ഒറിജിനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതായിരിക്കും. അതായത് ഈ പ്രൊഡക്റ്റിന് ഒരു റീജിയന്റെ കുറച്ച് ക്വാളിറ്റീസും റെപ്യൂട്ടേഷനും അതുപോലെ തന്നെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളതായിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറയാനുള്ളത് ഷാംപെയിൻ ആണ്. ഷാംപെയിൻ എന്ന് പറയുന്ന ഒരു വൈനാണ്. അത് ഫ്രാൻസിലെ ഷാംപെയിൻ റീജിയനിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് GI ഉണ്ട്. വേറൊരു എക്സാമ്പിൾ പറയാനുള്ളത് ആറന്മുള കണ്ണാടിയാണ്. ആറന്മുള കണ്ണാടിക്ക് GI ഉണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഇയർ ഓഫ് പ്രൊട്ടക്ഷൻ. GIയുടെ ഇയർ ഓഫ് പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് കൺട്രി ടു റീജിയൻ എപ്പോഴും വ്യത്യാസമുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് റെലവെന്റ് ലോ അല്ലെങ്കിൽ റെഗുലേഷൻസ് പ്രകാരം റിന്യൂ ചെയ്യാനും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് GI ആണ്. അതിൽ ഒന്നാമത് പറയുന്നത് ജിയോഗ്രഫിക്കൽ ഒറിജിൻ. ഈ GI കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഒരു സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ നിന്ന് ഒറിജിനേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളതായിരിക്കും. അതൊരു കൺട്രി ആവാം, റീജിയൻ ആവാം, ചില ലൊക്കാലിറ്റീസ് ആവാം. അതുകൊണ്ട് തന്നെ ആ ഒരു ഒറിജിന്റെ കുറച്ച് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഈ പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുണ്ടാവും. നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി ഓഫ് റെപ്യൂട്ടേഷൻ ആണ്. ഈ പ്രൊഡക്റ്റ് ആ ഒരു സ്പെസിഫിക് റീജിയനിന്റെ ക്വാളിറ്റീസും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും ആ റീജിയന്റെ ഒരു റെപ്യൂട്ടേഷനും ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അതുപോലെ അതിൽ പറയുന്ന കുറച്ച് നാച്ചുറൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ക്ലൈമറ്റ്, സോയിൽ, അതുപോലെ ഹ്യൂമൻ ഫാക്ടേഴ്സ് ആയിരിക്കാം. ട്രഡീഷണൽ നോളജോ അല്ലെങ്കിൽ കുറെ കാലമായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ടെക്നിക്കോ കൊണ്ട് ആ റീജിയനിലെ ആൾക്കാരുണ്ടാക്കുന്ന പ്രൊഡക്റ്റും ആവാം. നെക്സ്റ്റ് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡ്സ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു GI കിട്ടിയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് ഒരു സ്പെസിഫിക് ഒറിജിനിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം എന്ന് പറഞ്ഞു. അത് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് അത് ട്രഡീഷണലി അവിടുത്തെ ആൾക്കാർ തന്നെ ചെയ്യുന്നതായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റിന് എന്തുണ്ടാവും, അതിൻ്റെതായ ഒരു യുണീക്നെസ് ഉണ്ടാവും. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കൺസ്യൂമർ ട്രസ്റ്റ് ആണ്. ഈ GI കിട്ടിയിട്ടുള്ള ഈ പ്രൊഡക്റ്റിന് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ യുണീക്നെസ് എന്തായാലും ഉണ്ടാവണം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുണ്ടാവും, കൺസ്യൂമേഴ്സിന് അതിന് മേളിലൊരു ട്രസ്റ്റ് ഉണ്ടാവും. ഈ പ്രൊഡക്റ്റ് നല്ലതാണ് എന്നുള്ള ഒരു ട്രസ്റ്റും അതുപോലെ തന്നെ ഒരു റെപ്യൂട്ടേഷൻ ഓഫ് ദ ജിയോഗ്രഫിക്കൽ ഏരിയയും കൺസ്യൂമേഴ്സിന്റെ ഉള്ളിൽ ഉണ്ടാവും. നെക്സ്റ്റ് പറയുന്നത് ലീഗൽ പ്രൊട്ടക്ഷൻ ആണ്. ലീഗൽ പ്രൊട്ടക്ഷനിൽ പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജിയോഗ്രഫിക്കൽ ഏരിയയുടെ പുറത്ത് ഒരാൾക്ക് ഈ പേരിൽ ഈ സാധനം വിൽക്കാൻ പറ്റില്ല. ആ പ്രൊഡക്റ്റ് ആ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് അത് ഉണ്ടാക്കാനും വിൽക്കാനും ഉള്ള റൈറ്റ് ഉള്ളത്. അതല്ലാതെ ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് സെയിൽ നടത്താനോ അങ്ങനെയുള്ള റൈറ്റ് ഇല്ല. അത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ പ്രൊഡക്റ്റിന്റെ ഇന്റഗ്രിറ്റിയും റെപ്യൂട്ടേഷനും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് വാല്യൂ ആണ്. ഈ GI കിട്ടിയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിനും എക്കണോമിക് വാല്യൂ വളരെ കൂടുതലാണ്. അതായത് ഇത് ടൂറിസം അട്രാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലോക്കൽ പ്രൊഡക്ട്സിന് പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള. അതുപോലെ തന്നെ ഇത് ലോക്കൽ പ്രൊഡ്യൂസേഴ്സിന് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗവും ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കൾച്ചറൽ ഹെറിറ്റേജ് ആണ്. കൾച്ചറൽ ഹെറിറ്റേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ GI കിട്ടിയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് അതൊരു സ്പെസിഫിക് റീജിയന്റെ ഐഡന്റിറ്റിയെയും കൾച്ചറൽ ഹെറിറ്റേജിനെയും റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ട്രഡീഷണൽ നോളജിനെ പ്രൊമോട്ട് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. സോ താങ്ക് യു എവറി വൺ ഫോർ വാച്ചിങ് ദ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.